പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും അവധിക്കാലം നന്നായി ആഘോഷിക്കുന്നുണ്ടോ? വരുന്ന വർക്ക്ഷീറ്റുകളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ? നല്ല കൃത്യമായി ചെയ്തു വന്നാൽ തിരിച്ചു വരുമ്പോൾ 100+ ആണെന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ചെയ്യണേ. കഴിഞ്ഞ വർഷം മലയാളം ക്ലാസ്സിൽ നമ്മൾ കൂട്ടക്ഷരങ്ങളും അവയുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അത് നമുക്കൊന്ന് ഓർമ്മയെ കൊണ്ടുവന്നാലോ? ഏതൊക്കെയാ കൂട്ടക്ഷരങ്ങള്? ക, ഗ, ങ, ച, ഞ്ച, ഞ, ഠ, ഡ, ണ, ത, ന്ത, ന, പ, ബ, മ, യ, ല, വ, ശ, സ, ള, ട, ഢ. ഇതുമായി ബന്ധപ്പെട്ട് പാഠഭാഗത്തിലെ വാക്കുകളും അല്ല മറ്റു വാക്കുകളൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുകയും നമ്മൾ എഴുതി പഠിക്കുകയും ഒക്കെ ചെയ്തായിരുന്നല്ലേ? ഒന്ന് പറയാമോ? ക എന്ന അക്ഷരം കൂട്ടി ഏത് വാക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും? കാക്ക. ഗ മങ്ക തങ്കം. ങ മാങ്ങ തേങ്ങ. ച പച്ച. ഞ്ച പഞ്ചസാര. ഞ മഞ്ഞ. ട വട്ടം. ണ്ട ചെണ്ട. ണ മണ്ണ്. ത തത്ത. ന്ത പന്ത്. ന കുന്ന്. പ പപ്പടം. ബ പമ്പരം. മ അമ്മ. യ എന്ന അക്ഷരം കൂട്ടക്ഷരം കൂട്ടി ഏത് വാക്കാ ഉള്ളത്? വയ്യ. ല കല്ല്. ഇനി അടുത്ത കൂട്ടക്ഷരം ഏതാണ്? വ വവ്വാൽ ചൊവ്വ. ശ നിശബ്ദം. സ ക്ലാസ്. ള കൂട്ടിയോ? വെള്ളം വള്ളം. ട കാറ്റ്. ണ്ട നിന്റെ എന്റെ. ഇനി അടുത്തതായിട്ട് മലയാളം എഴുതുമ്പോഴും പറയുമ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. നീ, ഞാൻ, അവൻ, അവൾ, ഞങ്ങൾ, നിങ്ങൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? നമ്മൾ കൂട്ടുകാരോട് വർത്തമാനം പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലേ? ഞാൻ. അപ്പോൾ എനിക്കൊരു പേനയുണ്ടെങ്കിൽ എന്തു പറയും? ആരുടെ പേനയാണെന്ന് പറയും? എന്റെ പേന അല്ലേ? ഞാൻ എന്റെ പേന. നീ നിന്റെ പേന. അവൻ അവന്റെ പേന. അവൾ അവളുടെ പേന. അങ്ങനെ പറയൂലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ എന്റെ. നീ നിന്റെ. അവൾ അവളുടെ. അവൻ അവന്റെ. ഞങ്ങൾ ഞങ്ങളുടെ. നിങ്ങൾ നിങ്ങളുടെ. മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളോട് ചേർത്ത് ചിഹ്നങ്ങൾ ചേർക്കാറുണ്ട്. എന്തിനു ചിഹ്നങ്ങൾ ചേർക്കുന്നേ? സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ. ക എന്നതൊരു വ്യഞ്ജനാക്ഷരമല്ലേ? അതെ. അപ്പൊ ക എന്ന വ്യഞ്ജനാക്ഷരത്തോട് ചേർത്ത് നമ്മൾ സ്വര ചിഹ്നങ്ങൾ ചേർക്കുവാണ്. സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ. ആ എന്ന അക്ഷരത്തിൽ ചിഹ്നമുണ്ടോ? ഇല്ല. ആ ചിഹ്നമുണ്ടല്ലേ? അപ്പൊ എന്തുവരും? കാ. അങ്ങനെ ചിഹ്നങ്ങൾ ചേർത്ത് പറഞ്ഞാലോ? ക കാ. കി കീ. കു കൂ. കൃ കെ കേ. കൈ കൊ കോ. കൗ കം ക. ഇങ്ങനെ ഏത് വ്യഞ്ജനാക്ഷരത്തോടും നമുക്ക് ചിഹ്നങ്ങൾ ചേർക്കാം അല്ലെ? പ മ ച ജ യ ഏത് അക്ഷരങ്ങളോടും നമുക്ക് ചിഹ്നങ്ങൾ ചേർക്കാം. അങ്ങനെ ചിഹ്നങ്ങൾ കൃത്യമായി ചേർത്ത് എഴുതാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് അക്ഷരങ്ങൾ തെറ്റില്ലാതെ എഴുതാനും അതുപോലെ അതുവഴി വാക്കുകൾ തെറ്റില്ലാതെ എഴുതാനും പറ്റുക. നന്നായി മലയാളം എഴുതാനും വായിക്കാനും പറ്റണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ കൃത്യമായി അറിയാമായിരിക്കണം. അത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മാത്രമാണോ? അല്ല, ചിഹ്നങ്ങൾ ചേർത്ത് കൂട്ടി എഴുതാൻ നമുക്ക് അറിയാമായിരിക്കണം. എങ്കിലേ നമുക്ക് തെറ്റില്ലാതെ മലയാളം വായിക്കാനും എഴുതാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാ ദിവസവും പത്രമൊക്കെ വായിക്കുക. അപ്പം മലയാളം നന്നായി വായിക്കാൻ പറ്റും. അതുപോലെ ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ചിഹ്നങ്ങൾ ചേർത്ത് വാക്കുകൾ വായിക്കുകയും എഴുതുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നന്നായി മലയാളം എഴുതാനും വായിക്കാനും നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി അറിയാം, എങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് മറന്നു പോകാതെ ഈ വെക്കേഷൻ കാലത്തിരുന്ന് ചെയ്തുകൊണ്ട് വേണം വരാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ.